മുജീബില്ലേ? ഇല്ല, പുറത്തു പോയിരിക്കാണ്. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആരാ? ഞാൻ മുജീബ് ഖാന്റെ ഭാര്യയാണ്. ഭാര്യയാ? ഓ, എല്ലാ പ്ലാനും പൊളിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്നാ ശരി. ആരാ അവിടെ? മുജീബ് ഖാന് ചോദിച്ചിട്ട് വന്നതാണ്. ആ, നീ റസിയല്ലേ? ആ അതെ. എന്താ മോളെ നീ ഇവിടെ? നീ പോയി ചായ വെക്കി. ആ വാ, ഇരിക്കി, സംസാരിക്കാം. നീ ആരാണെന്നേ അവൾക്കറിയില്ല. അവളാണ് മുജീബിന്റെ ഭാര്യ. നീ എന്റെ മകനെ വിട്ടുപോയതിനു ശേഷം എന്റെ മകൻ ഒരുപാട് വിഷമത്തിലായിരുന്നു. പിന്നെ അവന്റെ വിഷമം എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണ്ടേ? അപ്പൊ ഞാൻ നിർബന്ധിച്ച് വേറൊരു കല്യാണം കഴിപ്പിച്ചു. അല്ലാണ്ട് പിന്നെ ഞാനെന്താ കാട്ടുക? അതാണ് മുജീബിന്റെ ഭാര്യ. അല്ല, നിനക്ക് സുഖം തന്നെയല്ലേ? എന്താ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ കാര്യം? ഞാനിപ്പോ വന്നത് മുജീബിനെ ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു. ഞാൻ ചെയ്തത് ശരിക്കും മണ്ടത്തരമായി പോയി. മുജീബിനെ ഒഴിവാക്കി വേറെ കല്യാണം കഴിച്ചത്. ഞാനിപ്പോ ഡൈവേഴ്സാണ്. ഡൈവേഴ്സും ആയാ? അല്ലോ. ചായ. ആ, ചായ കുടിക്ക്. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ആ ശരി മോളെ, ഞാൻ മുജീബ് വന്നാ പറയാം. ആ, ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താണ് കാര്യം? എല്ലാം കഴിഞ്ഞില്ലേ? എന്താ അമ്മ, എന്തോ വിഷമത്തിലാണല്ലോ? എന്താ നീ നേരം വന്നില്ലേ? ഡാ, നിന്റെ കല്യാണം ഇത്ര പെട്ടെന്ന് നടത്തണ്ടായിരുന്നു. നമുക്ക് ഇത്രയും കൂടി കാത്തിരിക്കായിരുന്നു. ഇപ്പൊ എന്താ ഉണ്ടായത്? ഇന്നലെ വരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ഡാ, നീ മുമ്പ് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ലേ റസിയ? ആ, അവള് വന്നിട്ടുണ്ടായിരുന്നടാ. അവളും ഭർത്താവുമായിട്ട് പിണങ്ങിയിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ് ഇത്ര. അവളുടെ കയ്യിലാണെങ്കിൽ പൂത്ത പണവും ഉണ്ട്. നിനക്കും ഒരുപാട് ഇഷ്ടമായിരുന്നില്ല അവളിനെ? എന്ത്? അവള് ഡൈവേഴ്സ് ആയ? ഞാൻ അപ്പളേ നിങ്ങളെ കൊണ്ട് പറഞ്ഞതാണ് എനിക്കിപ്പോ കല്യാണം വേണ്ടാന്ന്. ഇത്തിരി കൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിലോ എനിക്ക് അവളെ കല്യാണം കഴിക്കായിരുന്നില്ലേ? നിങ്ങളുടെ ഒറ്റ നിർബന്ധത്തിലാണ് ഞാൻ ഈ പട്ടിക്കടുത്ത് ഈ പെണ്ണിന് കല്യാണം കഴിക്കേണ്ടി വന്നത്. ഇപ്പൊ എന്താ കാട്ടുക? ഇക്ക ചായ കുടിച്ചില്ലല്ലോ. ഇതാ ഒരു ചായ കൊണ്ടുവന്നു. എന്താ പറ്റിയത് ഇക്കാക്ക്? എന്റെ അടുത്ത് എന്തിനാ ചൂടാവുന്നത്? എനിക്ക് ചായ വേണ്ട, നീ പോ. എല്ലാം നിങ്ങൾ കാരണമാണ്. ഓ, കോടിക്കണക്കിന് പൈസ ഉണ്ടായിരുന്നു ആ പെണ്ണിന്റെ കയ്യിൽ. കുറച്ചും കൂടി ക്ഷമിച്ചാൽ മതിയായിരുന്നു. ഈ ചെക്കന്റെ കല്യാണം ഇത്ര പെട്ടെന്ന് നടത്തേണ്ടിയിരുന്നില്ല. ആ, ഞാനിപ്പോ സ്വപ്നം കണ്ട അവര് ഡൈവേഴ്സ് ആവുന്ന്. കഷ്ടം. ഡാ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ നമുക്ക് ഇന്ന സമയം വൈകിട്ടില്ലടാ. 7 മാസം തന്നെയല്ലേ ആയുള്ളൂ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്. നിനക്കാണെങ്കിൽ കുട്ടികളും ഇല്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇവളെ നീ ഒഴിവാക്ക്, ഇവളെ ഡൈവേഴ്സ് ചെയ്യ്. എന്നിട്ട് നീ റസിയാനെ കെട്ട്. നീ അവളെ കൊണ്ടേ ഇതിൽ ഒപ്പിടാൻ പറ. ഞാൻ ഇന്ന് രാവിലെ പോയിട്ട് വക്കീലിനെ കണ്ടു. എന്നിട്ട് വക്കീൽ നോട്ടീസ് വാങ്ങിയിട്ടുണ്ട്. ഇതിൽ അവളെ കൊണ്ട് ഒപ്പിടാൻ പറ. എന്നാ ഇതിൽ ഒപ്പിടിപ്പിച്ചാ നീ രക്ഷപ്പെട്ടു. പിന്നെ റസിയാനെ നിനക്ക് കല്യാണം കഴിക്കുകയും ചെയ്യാം. രാവിലെ തന്നെ എനിക്കൊരു സമാധാനം ഇല്ലാണ്ട് പോയിട്ട് വക്കീൽ നോട്ടീസ് വാങ്ങിയിട്ട് വന്നതാണ്. പോയിട്ടേ അവളെ കൊണ്ട് നീക്കിൽ പറഞ്ഞ് മനസ്സിലാക്കി ഒപ്പിടിപ്പിക്ക്. പിന്നെ നീ അവളെ കൊണ്ട് വലിയ ലോഗ്യം കാണിക്കാനൊന്നും നിൽക്കണ്ട. ലോഗ്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒഴിയാണ്ട് പോകും. എല്ലും കൊണ്ട് കിട്ടിയ പട്ടിനെ പോലെ തൂങ്ങി പിടിച്ച് നിൽക്കും. പിന്നെ തലവേദനയാവും നമുക്ക്. അതുകൊണ്ട് നീ വലിയ ലോഗ്യം കാണിക്കാനും നിൽക്കണ്ട. മനസ്സിലാകണ്ട? പോയിട്ട് ഒപ്പിടാൻ പറ. അതിനാണേറ്റു. ഇതെന്താ നിങ്ങളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ രാവിലെ മുതൽ ശ്രദ്ധിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളുടെ ഉമ്മാന്റെ മുഖത്ത് എന്തോ പ്രശ്നമുള്ളത് പോലെ ഉണ്ടല്ലോ. എന്നോടും കൂടി പറയേ, ഞാനും കൂടി അറിയട്ടെ. ഞാനും ഈ വീട്ടിലത്തെ ഒരാൾ തന്നെയല്ലേ. നീ തന്നെ പ്രശ്നം. ഞാനാ? അതിന് ഞാൻ എന്ത് ചെയ്തു? എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നിന്റെ കൂടെയുള്ള ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും താല്പര്യമില്ല. ഇതാ ഡൈവേഴ്സ് പേപ്പർ, ഇതിൽ ഒപ്പിട്. എന്നിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ. എന്നാ
നിന്റെ അടുത്ത് മുജീബ് എന്തെങ്കിലും പറഞ്ഞാ? ആ പറഞ്ഞു, ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞു. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ ഉമ്മ. ആ അവൻ അങ്ങനെ പറഞ്ഞെങ്കിലേ ഇന്ന് പിന്നെ നിനക്ക് ഒപ്പിട്ട് കൊടുത്തൂടെ? ഉമ്മയും കൂടി അറിഞ്ഞിട്ടാണോ അപ്പോ? ഇതാ നോക്ക്, നിന്നെ എന്റെ മകനെ കല്യാണം കഴിച്ചിട്ടേ ഉണ്ടാകില്ലായിരുന്നു. എന്റെ നിർബന്ധത്തിലാണ് ഈ കല്യാണം തന്നെ നടന്നത്. അവനിക്ക് മുമ്പ് വേറൊരു പെണ്ണായിട്ട് നല്ല ഇഷ്ടത്തിലായിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞു, അതുകൊണ്ട് മാത്രം നിന്നെ കെട്ടിയതാണ് അവൻ. ഇതാ ഇപ്പൊ അവള് ഡൈവേഴ്സ് ആയിട്ട് അവളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. നീ കണ്ടല്ലോ അന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ റസിയ. ആ അവള് തന്നെ. അവളിപ്പോ ഡൈവേഴ്സ് ആയിട്ട് വീട്ടിൽ വന്നിരിക്കുന്ന കാരണം എന്റെ മകനിക്ക് വീണ്ടും അവളുടെ കൂടെ ജീവിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. അവൾക്കാണെങ്കിൽ പൂത്ത പണമുണ്ട്. നിന്റെയും നിന്റെ വീട്ടുകാരുടെ അടുത്ത് എന്തുണ്ട്? അതുകൊണ്ട് വലിയ പ്രശ്നത്തിലൊന്നും നിൽക്കാണ്ടേ അവൻ പറഞ്ഞതുപോലെ അതിൽ ഒപ്പിടാൻ നോക്ക്. നീ എവിടെ നിൽക്കുക? നീ അവിടെ തന്നെ നിൽക്ക്, ഞാൻ എന്താ വരുന്നു. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല. ഞാൻ എന്താ ഇറങ്ങി. ഞാൻ റസിയാനെ കാണാൻ പോവാണ്. എനിക്ക് അവളില്ലാണ്ട് പറ്റില്ല. ഞാൻ അവളുടെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചതാണ് മുമ്പ്. അവളുടെ കല്യാണം കഴിഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ നിന്നെ കല്യാണം കഴിച്ചതാണ്. ഞാൻ വരുമ്പോഴേക്കും നീ ആ ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിടും. ഡാ നീ എവിടെയായിരുന്നു ഇത്ര നേരം? അവള് ബാഗ് കൊടുത്തിട്ട് പോയടാ. പോയാ നന്നായി. ഇനിയിപ്പൊ കാര്യങ്ങൾ എളുപ്പമായല്ലോ. അവള് മുമ്പ് ഒപ്പിട്ടിട്ടാണോ പോയത്? അതൊന്നും എനിക്കറിയില്ല. ഒപ്പിട്ടിട്ടില്ലമ്മ. അവൾക്ക് പോകുമ്പോ ഒപ്പിട്ടിട്ട് പോയിക്കൂടെ? ഹലോ, നിനക്ക് ഒപ്പിട്ടിട്ട് പോയിക്കൂടെ? നിന്റെ അടുത്ത് ഒപ്പ് പഠിക്കാനേ എനിക്കറിയാം. ഡാ നീ പോയിട്ടെന്തായി? നീ റസിയാനെ കണ്ടാ? നിന്റെ റസിയാന്റെ കല്യാണക്കാരെ നീ സംസാരിച്ചാ? അതൊക്കെ സംസാരിച്ചുമ്മ. പക്ഷെ അതൊന്നും അല്ല പ്രശ്നം. അവളുടെ ആദ്യ ഭർത്താവ് ഉണ്ടല്ലോ, അയാളുമായിട്ടേ ഒരു 20 ലക്ഷത്തിന്റെ പൈസന്റെ ഇടപാടുണ്ടത്രേ. അത് അവൾക്ക് കൊടുത്തു തീർക്കണം എന്നാ പറഞ്ഞത്. എന്നിട്ട് മതി നമ്മുടെ കല്യാണം എന്നൊക്കെയാണ് അവള് പറഞ്ഞത്. 20 ലക്ഷമൊക്കെ അവൾക്ക് നിസ്സാരമാണ്. അതൊക്കെ അവൾ കൊടുക്കും. പക്ഷെ അതുവരെ കാത്തു നിൽക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്റെ അവളുടെയും കല്യാണം നടക്കില്ല. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഈ വീട് പണയപ്പഴിച്ചിട്ട് 20 ലക്ഷം ഉണ്ടാക്കിയിട്ട് അവൾക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ അവളുടെ ഭർത്താവിന്റെ പൈസന്റെ ഇടപാട് തീർക്കുമല്ലോ. പിന്നെ എന്റെ അവളുടെയും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവളുടെ സ്വത്തുക്കളൊക്കെ എനിക്കുള്ളതല്ലേ. അപ്പൊ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനത് ഉമ്മാന്റെ അടുത്തും കൂടി ചോദിച്ചിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിട്ട് അവളുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാനിങ്ങോട്ട് വന്നതാണ്. എന്താ ഉമ്മാന്റെ അഭിപ്രായം? എന്നാ പിന്നെ നീ അങ്ങനെ ചെയ്യേ. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ കോടികളല്ലേ നമുക്ക് കിട്ടാൻ പോണത്. പിന്നെ നീ വെറും 20 ലക്ഷം. എന്നാ ഞാൻ വിളിച്ചു പറയട്ടെ. ഹലോ, റസിയ, നീ അവന്റെ പൈസന്റെ ഇടപാട് തീർത്തോ? ഞാൻ പൈസ റെഡിയാക്കാം. 20 ലക്ഷം അല്ലേ? അത് നമുക്ക് സെറ്റാക്കാം. എന്നിട്ട് നമുക്ക് കല്യാണം കഴിച്ചിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാം. ശരി. നിനക്ക് ബുദ്ധിമുട്ടാകുവോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? നീ എപ്പോഴാ ഈ വീട്ടിക്ക് മരുമകളായിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മ കാത്തിരിക്കുകയാണ്. ഉമ്മാനോട് എന്റെ അന്വേഷണം പറയ്. ശരി എന്നാ. കാണാം. ഇപ്പോഴോ? ഞാൻ പറഞ്ഞില്ലേ, ഒരു പൊട്ടനാണ് അവൻ. ഞാൻ എന്ത് പറഞ്ഞാലും കണ്ണുടച്ചങ്ങോട്ട് വിശ്വസിക്കും. പണ്ടും ഇങ്ങനെയായിരുന്നു. എന്നെ നല്ല സ്നേഹമായിരുന്നു. ഇവനെ പോലെ ഒരു പൊട്ടനെ കല്യാണം കഴിച്ചിട്ടേ ജീവിതകാലം മുഴുവൻ ഞാൻ എങ്ങനെ അവന്റെ കൂടെ ജീവിക്കുക? അതുകൊണ്ട് തന്നെയാണ് നൈസായിട്ട് ഞാൻ അവനെ ഒഴിവാക്കിയത്. നമുക്കപ്പോ പൈസയല്ലേ വേണ്ടല്ലോ, അതവൻ കൊണ്ടു തന്നോളൂ. എന്നാലും നിന്റെ ഒരു ബുദ്ധി എങ്ങനെ അവൻ വീണ്ടും നിന്നെ വിശ്വസിച്ചു? പിന്നെ അല്ലാതെ. ഞാൻ വിചാരിച്ചതേ അവൻ ഇപ്പോഴും എന്നെ ആലോചിച്ചുകൊണ്ട് കല്യാണം കഴിക്കാണ്ടിരിക്കണ്ടാവുന്നാണ്. അവന്റെ വീട്ടിൽ പോയപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അവന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അവന്റെ ഭാര്യനെ കണ്ടപ്പോ ആകെ തരിച്ചുപോയി. ഇനിയിപ്പോ നമ്മുടെ പ്ലാനുകളൊക്കെ എങ്ങനെ നടക്കുന്നു വിചാരിച്ചിട്ട്. ആ സമയത്താണ് അവന്റെ ഉമ്മ വന്നത്. പിന്നെ ആ തള്ള പിന്നെ പണ്ടേ പൈസ പ്രാന്തി ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായി. ഞാൻ അങ്ങനെ ഒരു നുണയും കൂടെ തട്ടിവിട്ടു, ഞാൻ ഡൈവേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ തള്ള അത് വിശ്വസിക്കുകയും ചെയ്തു. ഇതാ ഇപ്പം മാനെ കൊണ്ടേ അവളെ ഒഴിവാക്കിയിട്ട് എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ്. കാര്യങ്ങൾ എളുപ്പമായില്ലേ? ആ 20 ലക്ഷം വാങ്ങിയിട്ട് വേണം നമുക്ക് അവനെ നൈസായിട്ട് വീണ്ടും ഒഴിവാക്കാൻ. പറ്റിക്കപ്പെടാനുള്ളവരെന്നും പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമുക്കെന്താണ്? ഇങ്ങനെ ഒരുത്തനുള്ളത് കൊണ്ടേ എന്തായാലും നമുക്ക് ഈസി ആയിട്ട് ബിസിനസ്സിനുള്ള പൈസ ഉണ്ടാക്കാം. അതെ.
എന്താണ് പ്രശ്നം? അവൾ നിങ്ങളെ എന്നെ വീണ്ടും ചതിക്കായിരുന്നു ഉമ്മ. ആര്? റസിയ. അവൾ എന്നെ പറ്റിച്ചതാണമ്മ. എന്നെ വീണ്ടും പൈസ തട്ടിയെടുക്കാൻ വേണ്ടിട്ട്. മുമ്പ് ഒരുപാട് പൈസ അവൾ തട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു തന്നെ കല്യാണം കഴിച്ചിട്ട് പോയി. ഇപ്പൊ അവർക്ക് ബിസിനസിന്റെ ആവശ്യം വന്നപ്പോ, അവൾക്ക് പൈസന്റെ ആവശ്യം വന്നപ്പോ വീണ്ടും അവൾ എന്നെ പറ്റിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളത് പറഞ്ഞു നോക്കുന്ന ഓണയാണെമ്മ. അവരൊന്നും ഡൈവേഴ്സ് ആയിട്ടില്ല. ഞാൻ അവളുടെ വീട്ടിൽ പോയപ്പോ നേരിട്ട് കണ്ടതല്ലേ. അവൻ അവിടെ ഉണ്ട്. റസിയ, ഒരു 10 ലക്ഷം കൂടി നമുക്ക് അവന്റെ അടുത്ത് വാങ്ങണം. 20 ലക്ഷം പോരാ ബിസിനസിന്. ഇപ്പൊ തന്നെ അവന്റെ അടുത്ത് 20 ലക്ഷം വാങ്ങിയുള്ളൂ. ഇനിയിപ്പോ വീണ്ടും 10 ലക്ഷം എങ്ങനെ ചോദിക്കുക? എന്നിട്ട് നിങ്ങൾക്ക് നേരത്തെ തന്നെ പറഞ്ഞൂടെ 30 ലക്ഷത്തിന്റെ ആവശ്യമുണ്ടെന്ന്? ഇതിപ്പോ ഒരാഴ്ച കഴിയട്ടെ, ഒരു നുണയും കൂടി പറഞ്ഞു നോക്കാം. എന്തായാലും അവൻ വിശ്വസിക്കാണ്ടിരിക്കുകയൊന്നുമില്ല. എന്നിട്ട് ആ പൈസയും കൂടി വാങ്ങിയിട്ടേ നമുക്ക് ഇവിടുന്ന് വേറെ മാറി താമസിക്കാം. എന്നിട്ട് ഫോണിന്റെ സിമ്മും മാറ്റാം. അതോടുകൂടി പിന്നെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ എന്നെ. അതെ, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് മാറാം. അപ്പൊ നീ എന്നെ പറ്റിക്കുകയായിരുന്നൂലേ? നീ ഇപ്പൊ വന്ന് ഞാൻ നിന്നെ വിളിക്കാൻ നിൽക്കുകയായിരുന്നു. മതി, നിർത്തി നിന്റെ അഭിനയം. നിന്നെ ഞാൻ വിശ്വസിച്ചു. എന്റെ ഭാര്യനെ വരെ ഒഴിവാക്കി. എനിക്ക് ഇത് തന്നെ കിട്ടണം. എടുക്ക, എന്റെ പൈസ എടുക്ക്. പൈസയാ? ഏത് പൈസ? നീ പൈസ വെള്ളെടുത്ത് കൊടുത്തതിന് എന്തെങ്കിലും തെളിവുണ്ടാ? അതൊന്നും ഇല്ലല്ലോ. പോടാ, വെറുതെ ഷോ കാണിക്കാണ്ട് പിടിച്ച് പോലീസ് ഏൽപ്പിക്കുന്നതിന്. ഓഹോ, അപ്പൊ രണ്ടുപേരും കൂടെ ഒത്ത് കളിച്ചതാണല്ലേ പൈസക്ക് വേണ്ടിട്ട്? ഒരിക്കൽ ഞാൻ നിന്നെ വിശ്വസിച്ചതാണ്. അന്ന് നീ എന്നെ ചതിച്ചു, വീണ്ടും വിശ്വസിച്ചു. ഞാനൊരു മണ്ടൻ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ പോടാ. അങ്ങനെയൊക്കെ പറഞ്ഞവള് ദുഷ്ടത്തി അവളുടെ തടിയിൽ ഇടിച്ചു വീഴും. എന്റെ ഈ വീട് ഇനി നമ്മൾ എന്ത് ചെയ്യും?